യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. കൊരിന്തിയ സഭയോട് അവരുടെ കറക്ഷന് വേണ്ടി സംസാരിച്ച ഭാഗങ്ങളൊന്നും അങ്ങനെ സഭകൾ പൊതുവെ ഞായറാഴ്ച ദിവസങ്ങളിൽ പഠിക്കാറില്ല. പക്ഷെ നമ്മൾ ഒരു ബൈബിൾ ക്ലാസ്സായിട്ട് മുൻപോട്ട് പോകുന്നതുകൊണ്ട് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കുന്നു. നമ്മൾ വായിച്ച ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, വളരെ കട്ടിയേറിയ ഭാഗങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച 6-ാമത്തെ അധ്യായം അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇവിടെ താഴോട്ട് നമ്മൾ പഠിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു നിർത്തിയ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായി ഒന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. കൊരിന്തിയ സഭയോടാണ് പറയുന്നത്. പഴയ നിയമത്തിൽ എടുത്തിരിക്കുന്ന ലേവ്യ പുസ്തകം, ഹെസ്കേൽ പുസ്തകത്തിൽ നിന്നൊക്കെ യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞ ഭാഗം എടുത്തിട്ട് ഇവിടെ വീണ്ടും പറയുക, കം ഔട്ട് ഫ്രം അമംഗ് ദം ആൻഡ് ബി സെപ്പറേറ്റ്. ഒരു സെപ്പറേഷൻ, ഒരു വേർപാട്, ജാതികളിൽ നിന്ന് ഒരു വേർപാട് മാത്രമല്ല. ഞാൻ പറഞ്ഞില്ലേ, ബാലിൻ്റെ പ്രവാചകന്മാരുടെ കൂടെ നിന്ന് ഇസ്രായേൽ മക്കളോട് ഏലിയാവ് പറഞ്ഞത് എന്തുവാ? ഇസ്രായേൽ മക്കളാ നിൽക്കുന്നത് എവിടാ? കള്ളപ്രവാചകന്മാരുടെ കൂടെ. അവിടെ മാത്രമേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടും പ്രാപിച്ചോ അല്ലെങ്കിൽ ലോകത്തിൽ കിട്ടും എന്ന് പ്രവചനം എവിടെ കിട്ടത്തുള്ളൂ? ദൈവസന്ധി കിട്ടത്തില്ല. ശമൂവേൽ പ്രവാചകൻ അങ്ങനത്തെ പ്രവചനം പറയാൻ പറ്റത്തില്ല. നാഥാൻ പ്രവാചകൻ അങ്ങനത്തെ പ്രവചനം പറയാൻ പറ്റത്തില്ല. പൗലോസിൻ്റെ തലയിൽ കൈവച്ച് തന്നെ പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്കായിട്ട് അന്യാസിന് അങ്ങനത്തെ പ്രവചനം പറയുവാൻ കഴിയത്തില്ല. അവരൊക്കെ ശക്തരായ പ്രവാചകന്മാരാണ്. പൗലോസ് അപ്പോസ്തലനൊക്കെ പ്രവചനം പറയുവാണെങ്കിൽ കർത്താവ് പറഞ്ഞ് നിങ്ങൾക്ക് പ്രയോജനമുള്ളത് ഒട്ടും മറച്ചു വെക്കാതെ നമ്മുടെ ശുദ്ധീകരണത്തിനുള്ള പ്രവചകനെ, ശമൂവേൽ പ്രവാചകനാണെങ്കിലും യെരമ്യാവാണെങ്കിലും എഹെസ്കേലാണെങ്കിലും യെശയ്യാവാണെങ്കിലും ഒക്കെ, യെരമ്യാവൊക്കെ അതിനുവേണ്ടി എത്ര വട്ടം തന്നെ കുഴിയിലിട്ടതാണ് കൊല്ലാൻ. ഡങ്കൻ എന്നൊക്കെ പറയും, അങ്ങ് പൊട്ടക്കിണറ്റിലിടും, അങ്ങ് കുഴിയിലിടും, അവിടെ കിടന്ന് ചാകട്ടെന്ന് വിചാരിച്ച് എത്ര വട്ടം ജയിലിലൊക്കെ ഇട്ടതാണ് യെരമ്യാവിനെ. എന്തിനാ? രാജാവിനോട് മുഖത്ത് നോക്കി പറഞ്ഞു, നീ മാനസാന്തരപ്പെടണം, യഹോവയായ ദൈവം നിന്നെ ശിക്ഷിക്കും എന്ന് പറയാം. അല്ലല്ലേ? അങ്ങനെയൊക്കെ പറയുവാൻ രാജാവിനോടൊക്കെ അന്നത്തെ കാലത്ത് രാജഭരണമുള്ള അത് ഒരു പ്രവാചകൻ്റെ ജോലി എന്തുവാ? ഒരു പോസ്റ്റ്മാൻ്റെ ജോലിയാണ്. ഒരു ദൈവദാസൻ്റെ ജോലി എന്തുവാ? ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവം പറയുന്നത് അതുപോലെ തികഞ്ഞ പരിജ്ഞാനത്തോടുകൂടി ജനം മാറിയാലേ പറ്റും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പഠിച്ചു 6-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായത്തിലൊക്കെ കറക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ ഇച്ചിരി റിബലായി തീരുന്നുണ്ട്. അവർ ഭ്രാന്തൻ എന്നൊക്കെ വിളിച്ചു. ആരെ വിളിച്ചു? അപ്പം ഞാൻ ആ വാക്യങ്ങളൊക്കെ ഓർപ്പിച്ചില്ലേ, യേശുവിനെയും വിളിച്ചതാ ഭ്രാന്തൻ. അപ്പം ഈ കറക്റ്റായിട്ടുള്ള വചനം പറയുമ്പോൾ ലോകമനുഷ്യർക്ക് അത് എന്തുവാ തോന്നുന്നത്? അത് ലോകജ്ഞാനവുമായിട്ട് ചേരുന്നില്ലല്ലോ. സോ ഇറ്റ്സ് ദേ ക്രേസി, ദേ ഔട്ട് ഓഫ് ദ മൈൻഡ്. അവർക്ക് എന്തോ ഇല്ല, അവരുടെ മാനസിക നിലവാരം അത്ര ശരിയല്ല, ഭ്രാന്തൻ എന്ന്. അപ്പോൾ എൻ്റെ മാനസിക നിലവാരത്തിനല്ല കുഴപ്പം. ഞാനിങ്ങനെ പറയുന്നത് കർത്താവിന് വേണ്ടിയാ, നിങ്ങൾക്ക് വേണ്ടിയാ, നിങ്ങളുടെ രൂപാന്തരത്തിന് വേണ്ടിയാ എന്ന് പറഞ്ഞാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മൾ കണ്ടു 14-ാമത്തെ 6:14 പറയുന്നത് വെളിച്ചവും അന്ധകാരവുമായിട്ട് എന്തു ബന്ധം? വിഗ്രഹവും യേശുവുമായിട്ട് എന്ത്, അല്ലെ ബലിയാലും ക്രിസ്തുവുമായിട്ട് എന്തു ബന്ധം? വിഗ്രഹവും ദേവാലയവുമായിട്ട് എന്ത് ബന്ധം? അതുപോലാണ് വിശ്വാസിയും അവിശ്വാസിയുമായിട്ട്. അതിൻ്റെ അർത്ഥം അവിശ്വാസികളായ നമ്മുടെ സഹോദരങ്ങൾ കാണും, കൂട്ടുകാർ കാണും, അവരോട് സഹകരിക്കല്ലെന്നല്ല, അവരോട് ഇണചേർന്ന് ഒന്നിച്ച് പാർട്ട്ണർഷിപ്പിൽ കൂട്ടുപിടിച്ച് നടക്കുവാൻ പറ്റത്തില്ല, പാടില്ല. കാരണം അവരുടേതൊന്നും നമ്മളിലേക്ക് വരാൻ പാടില്ല. പക്ഷെ നമ്മൾ അവരോട് ഇടപെടുമ്പോൾ തന്നെ ആ ലിമിറ്റ്സിൽ നിന്ന്, ആ വേർപാടിൻ്റെ ലിമിറ്റ്സിൽ നിന്ന് ഇടപെടുമ്പോൾ തന്നെ ഇടപെടണം, സ്നേഹിക്കണം, അവരെ വിസിറ്റ് ചെയ്യണം, ആവശ്യത്തിൽ സഹായിക്കണം, എല്ലാ വിഷയത്തിലും അവരുടെ കൂടെ ഉണ്ടാകണം. അതൊക്കെ പരിശുദ്ധാത്മാവ് പറയും ആരെ സഹായിക്കണം, എപ്പോൾ സഹായിക്കണം. ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായതുകൊണ്ട് നമുക്ക് തെറ്റ് പറ്റത്തില്ല. നമ്മൾ ഈ ചാരിറ്റിയും കൊണ്ട് നടക്കുന്നവരല്ല, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവർ. ആരെ സഹായിക്കണം, എപ്പോൾ സഹായിക്കണം, എങ്ങനെ സഹായിക്കണം എന്ന് കർത്താവ് പറയുന്നത് മാത്രമേ ചെയ്യുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ നമ്മൾ ചെന്ന് ചാടും. അതെല്ലാം ഓർത്തോണം. ഇവിടെ എല്ലാം ആ ദൈവസ്നേഹം കാണിക്കേണ്ട, വെളിപ്പെടേണ്ട സഹായം അവിടെ എല്ലാം പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുമ്പോൾ അവിടെ നമ്മുടെ പ്രവൃത്തിയല്ല വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി, കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, പ്രവൃത്തികളാണ് നടക്കുന്നത്. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് അവരുമായിട്ട് നിനക്ക് എന്ത് ബന്ധം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതാ. ഇവിടെ അതിൻ്റെ 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം
നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളും. ആത്മാവിൻ്റെയും ജഡത്തിൻ്റെയും കൺമഷം, പഴയ മലയാളമാണ് ഫിൽത്തിനെസ്, അഴുക്ക്. അപ്പം എവിടെയൊക്കെ അഴുക്ക് വരും? ജഡം, എൻ്റെ ശരീരം, ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അകത്ത് കയറും. എൻ്റെ ശരീരത്തിന് ഒരാഗ്രഹം വരും, എനിക്ക് അതുപോലെ എനിക്കും വേണം, അവരെ പോലെ എനിക്കും ആകണം. ഇങ്ങനെ പല മോഹങ്ങൾ, ജഡമോഹങ്ങൾ, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ലക്ഷറീസിൽ ജീവിക്കണം, ഇതൊക്കെ ആഗ്രഹങ്ങൾ അറിയാതെ എനിക്കും വരും, നിങ്ങൾക്കും വരും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മളെന്തിനാ എല്ലാ ദിവസവും തുണി അലക്കുന്നത്? ഞാൻ ഇന്നിട്ട ഡ്രസ്സ് നാളെ ഇട്ടാൽ, ഇപ്പോഴത്തെ ചൂടത്തിട്ടാൽ നിങ്ങൾ ആരും പിന്നെ എൻ്റെ അടുത്ത് അടുക്കത്തില്ല. വല്ലാത്ത കഷ്ടമായിരിക്കും ഇല്ലേ, വേർത്ത് നാറും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ദിവസവും കുളിക്കും, 1 or 2 പ്രാവശ്യം ഈ ചൂടത്ത് കുളിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുണി മാറും, അലക്കും. ഒരു ശുദ്ധീകരണം നടക്കണം. ശുദ്ധീകരണം നടന്നാൽ മാത്രമേ, അപ്പം നമ്മൾ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ കൺമഷം, അഴുക്ക്, ഫിൽത്തിനെസ്, ഇവിടെ എഴുതിയേക്കുന്ന മൂവ് അവേ, ടേക്ക് അവേ ഓൾ ദ ഫിൽത്തിനെസ് ഓഫ് ദ ഫ്ലഷ്, അല്ലെ ബോഡി ആൻഡ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ആത്മാവിലും വരും അഴുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയ മനുഷ്യനെ ക്ഷീണിപ്പിക്കുവാൻ, നമ്മുടെ അകത്തെ മനുഷ്യനെ ക്ഷീണിപ്പിക്കുവാൻ മങ്ങിച്ച് കളയും. ഇത്രയൊന്നും ആത്മീയൊന്നും വേണ്ട, ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തിട്ട് അവസാനം ഇങ്ങനെയൊക്കെയല്ലേ എന്നൊക്കെ പറഞ്ഞ് പല ചിന്തകളിട്ട് ആത്മാവിലും ക്ഷീണിപ്പിക്കും. നമ്മുടെ ആത്മീയ കാഴ്ചപ്പാട് മാറ്റും. എന്തെങ്കിലുമൊക്കെ പ്രസംഗം കേട്ട് അതിനെല്ലാം ആമേൻ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവും ക്ഷീണിക്കും, നമ്മുടെ കാഴ്ചപ്പാട് മാറും, ചിന്താഗതി മാറും, നമ്മുടെ ഫോക്കസ് മാറും. സ്വർഗീയ കനാൻ എന്നുള്ള ഫോക്കസ് മാറിയിട്ട് ലോകത്തിൽ വലിയവനാകുവാൻ ചിന്തിക്കുക. അപ്പം ഈ കൺമഷം, എല്ലാ ദിവസവും ഉള്ള കൺമഷം നമ്മുടെ ജഡത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കും. ഫിൽത്തിനെസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ അഴുക്ക് നമ്മുടെ ശരീരത്തെയും ക്ഷീണിപ്പിക്കും, നമ്മുടെ ആത്മാവിനെ ക്ഷീണിക്കും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 7ാമത്തെ വാക്യം, അതുകൊണ്ട് നമുക്ക് ഈ വാഗ്ദത്തങ്ങളെല്ലാം ഉണ്ട്. ഏതാ വാഗ്ദത്തം? ഇന്നത്തെ ദൈവമക്കളോട് വാഗ്ദത്തം എന്ന് ചോദിച്ചാൽ പെട്ടു. എന്തോ വാഗ്ദത്തം എന്ന് മൈക്ക് വായിച്ച്, ഇപ്പം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വചനമൊക്കെ കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്തുമായാലും ഇവിടെ പറയത്തില്ല. ഇനി വേറെ എവിടെയെങ്കിലും പറഞ്ഞാലും വാഗ്ദത്തം നിങ്ങൾ ആഗ്രഹിക്കുന്ന മനസ്സിൽ കിടക്കുന്ന ഒരു മൂലയ്ക്ക് കിടന്ന് ഇങ്ങനെ മുളയ്ക്കുന്ന വാഗ്ദത്തങ്ങളൊന്നും ഇവിടെ പറയത്തില്ല. ഇവിടെ പ്രബോധനത്തിലും നിങ്ങൾ പറയത്തില്ല. അത് കഴിഞ്ഞ ഉടനെ ഒരു കറക്ഷൻ ഉണ്ടാവും എന്നറിയാം. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഇനി ആരെങ്കിലോട് പറയുമോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദേവദാസൻ എന്നുള്ള രീതിയിൽ ഇല്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ദൈവമക്കളുടെ ഇടയ്ക്ക് വലിയ കൂട്ടം, ചെറിയ കൂട്ടം, എവിടെ ചെന്ന് നിങ്ങളോടുള്ള വാഗ്ദത്തം എന്തോ ചോദിച്ചാൽ അവർ പറയും, ഒന്നീ മരുഭൂമിയിൽ നിന്ന് മഞ്ഞ് ദേശത്താക്കും എന്ന് പറയാം. അതിപ്പോഴത്തെ ഒരു കോമൺ വാഗ്ദത്തമാണ്. കാര്യം എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ഭയങ്കര ചൂടല്ലേ, ഈ ചൂടത്ത് ആർക്കാണ് തണുപ്പിൽ ഇഷ്ടമല്ലാത്ത? ഇച്ചിരി മഞ്ഞോ തണുപ്പോ ഒക്കെ ആയാൽ അവിടെ മൈനസ്, കഴിഞ്ഞ ദിവസം ഒരാൾ പറയായിരുന്നു -9 ഒക്കെ ആയി ഇവിടുന്ന്, ഒരു രക്ഷയില്ല. കാനഡയിൽ നിന്ന് ഒരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു -9 ഇവിടെ എല്ലാം അങ്ങ് എന്തോ വണ്ടിയൊക്കെ ഇങ്ങനെ ഒരച്ചൊക്കെ കാണിച്ചു പുള്ളി വീഡിയോയ്ക്കകത്തൂടെ. എല്ലാം അങ്ങ് ഐസൊക്കെ കയറി കല്ല് പോലായിട്ട് ആകെപ്പാട്. ഇത് പറയുമ്പോൾ തന്നെ വലിവ് പോലും പുള്ളി കിടന്ന് വലിക്കുക. അപ്പോൾ ഈ നെഞ്ചെല്ലാം എന്തായി തീർന്നു, ഓൾറെഡി എല്ലാം ഇൻഫെക്റ്റഡായി. അപ്പം മഞ്ഞ ദേശത്ത് ചെല്ലുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. എല്ലാത്തിനും ഓരോ ദേശത്തിനും ക്ലൈമറ്റിനും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. സ്തോത്രം. കർത്താവ് വായിക്കുന്ന എവിടെ ആണെങ്കിലും നമ്മൾ ചെന്ന് നിന്നേലേ പറ്റൂ. എങ്കിലും ഇവിടെ നമ്മൾ കണ്ടു വാഗ്ദത്തം. ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളതുകൊണ്ട് അപ്പം നമ്മളെ ഇവിടെ പണക്കാരനാക്കുന്നു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ലക്ഷറീസ്. ഇതിനല്ലേ അംബാനിയും കിടന്നിട്ട് മൂർത്തികളെ സേവിക്കുന്നത്. ആ വിഗ്രഹങ്ങളെല്ലാം പൊന്നുകൊണ്ട് പൊതിയുന്ന എന്തിനാണ്? പുള്ളി സൂപ്പർ ലക്ഷറിന്ന് അതിലും ഫോബ്സ് ലിസ്റ്റിൽ നമ്പർ 1 ആകാനാണ് പുള്ളി കിടന്നിട്ട് മൂർത്തികളെല്ലാം സഹായിക്കുന്നത്. നമ്മുടെയും കാഴ്ചപ്പാട് അതാണോ? ദൈവമക്കളുടെ വാഗ്ദത്തം ആ മൂർത്തികൾ കൊടുക്കുന്ന വാഗ്ദത്തമാണോ ദൈവമക്കൾ? അത്രയും മനസ്സിലായപ്പോരെ. ഈ മാതാവും അല്ലെങ്കിൽ ഈ പുണ്യാളന്മാരും ഈ പറയുന്ന ഏത് പേരിലാണെങ്കിലും ഒരിടത്താണ് ചെല്ലുന്നത്. ഇപ്പോൾ പ്രാർത്ഥനയെല്ലാം എവിടാ? സാത്താൻ്റെ അടുത്ത്, ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ അടുത്ത്. ലോകത്തിൻ്റെ പ്രഭു റെഡിയാണ് യേശുവിനോട് വരെ. യേശു കർത്താവിനോട് പറഞ്ഞതാ, ഇത് മഹത്വം മുഴുവൻ, ഈ ലക്ഷറീസ് മുഴുവൻ ഞാൻ തരാം, പിന്നെ നമ്മളെ വെറുതെ വിടുക, കർത്താവിൻ്റെ മക്കളെ വെറുതെ വിടുക. അപ്പം ഈ വാഗ്ദത്തം ഒന്നും ഇവിടെ പുഴു തിന്നുന്നതും തുരുമ്പ് പിടിച്ചു പോകുന്നതും നശിച്ചു പോകുന്നതും അല്ല. സ്വർഗീയ വാഗ്ദത്തങ്ങൾ ഇറ്റേണലാണ്, നിലനിൽക്കുന്നതാണ്. അത് സ്വർഗീയമാണ്, നമ്മളെ സ്വർഗത്തോളം കൊണ്ട് എത്തിക്കുന്നതാണ്. അത്രയും മാത്രം മനസ്സിലായാൽ മതി. സ്വർഗത്തിൽ നിന്നുള്ള വാഗ്ദത്തം അത് സ്വർഗീയമാ, നമ്മളെ സ്വർഗീയനെ പോലെ പണിയുന്നതാ. ഒരിക്കലും നമ്മൾ അഹങ്കരിച്ച് ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്ന കാരണമായി തീരത്തില്ല സ്വർഗീയ വാഗ്ദത്തങ്ങൾ. പിന്നെ കർത്താവിൻ്റെ കൂടെ നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി എന്തെങ്കിലും കർത്താവ് നമുക്ക് തരുവാണെങ്കിൽ, അത്യാവശ്യം
ലജ്ജിച്ച് പോകാൻ ജീവിക്കുവാൻ ആവശ്യങ്ങൾ ദൈവം അറിഞ്ഞ് ദൈവം തരുന്നതിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം പറഞ്ഞാൽ മതി. അത്യാഗ്രഹത്തോട് കൂടുതലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. പ്രാർത്ഥനാ വിഷയങ്ങൾ കറക്റ്റായി തീർന്നാൽ മാത്രമേ കർത്താവുമായിട്ടുള്ള ബന്ധം കറക്റ്റായി തീരുവാൻ കഴിയത്തുള്ളൂ. കർത്താവ് അടുത്ത സ്റ്റെപ്പ് ശുദ്ധീകരണത്തിലേക്ക് എന്തുവാ പറയുന്നതെന്ന് കേട്ടാൽ മനസ്സിലാകത്തുള്ളൂ. അല്ലെ കേട്ടാൽ നമുക്ക് ഉറക്കം വരും, കേട്ടാൽ നമുക്ക് ബോറിംഗ് ആയി തീരും, നമുക്ക് മടുപ്പായി തീരും. ആ ഫ്രീക്വൻസിയിൽ നിന്നാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് അവസാനം നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടത് എവിടാ? ഇവിടുത്തെ കൊട്ടാരത്തിലല്ല, അവിടെ നമുക്ക് വേണ്ടി ഒരു ഭവനം കർത്താവ് പണിയുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ 1-ാമത്തെ വാക്യത്തിൽ, ഹാവിങ് ദീസ് പ്രോമിസസ് ബിലവഡ് ലെറ്റ് us cleanse എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും എല്ലാ അഴുക്കും മാറ്റി പെർഫെക്റ്റിംഗ് ഹോളിനെസ് നമ്മളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളാൻ. ക്ലിയറാ? ദൈവഭയം ഇല്ലാത്തവരാണ് വിശുദ്ധിയുടെ കാര്യം ചിന്തിക്കാത്തത്. ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. വിത്തൗട്ട് സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് ഹോളിനെസ് നോ വൺ ക്യാൻ സീ ഗോഡ്. ആർക്കും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുവാൻ കഴിയത്തില്ല ദൈവമക്കളെ. ദെയർ ഇസ് നോ അതർ വേ. ഒരു ഷോർട്ട് കട്ടും ഇല്ല. അപ്പോൾ വിശുദ്ധീകരണം ആവശ്യമാണ്. നമ്മളിപ്പോഴായിരിക്കുന്ന കാഴ്ചപ്പാട്, ചിന്ത, നമ്മുടെ രീതികളൊക്കെ മാറ്റി യേശുവിൻ്റെ രീതികൾ ആ ഭാവത്തിലേക്ക് വന്നേലേ പറ്റൂ. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് പെർഫെക്റ്റിംഗ് ഹോളിനെസ്, വിശുദ്ധിയെ തികച്ചത്. അതും എങ്ങനെയാണ്? ദൈവഭയത്തിൽ. എന്നെ കർത്താവ് അടിക്കും എന്നുള്ള ഭയമല്ല, പിള്ളേർ ഹോംവർക്ക് ചെയ്തില്ല നാളെ ടീച്ചർ എന്നെ പുറത്ത് നിർത്തും, പണിഷ്മെൻറ്റ് തരും എന്നുള്ള ഭയമല്ല. എന്നെ വിളിച്ചത് എന്തിനാ? കർത്താവിൻ്റെ മണവാട്ടിയായി തീരുവാൻ. എന്നെ വിളിച്ചത് എൻ്റെ യേശുവിൻ്റെ കൂടെ നിത്യം വസിക്കുവാൻ. യേശുവിനെ പോലെ ഞാൻ ആയി തീർന്നാലേ പറ്റത്തുള്ളൂ. ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി അപ്പോൺ മീ. എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട പെർഫെക്ഷൻ, മാറ്റം, രൂപാന്തരം, ആ പൂർണ്ണതയിലേക്ക് വളരും. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ദൈവം എന്നോട് ഇടപെടുമ്പോൾ ഞാൻ മാറിയാലേ പറ്റൂ. അത് മറ്റുള്ളവരെ എനിക്ക് അതിന് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആരുടെയും പെർമിഷൻ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പേരൻസ് ഇവിടെ ഉണ്ട്, അവരുടെ പെർമിഷൻ എനിക്ക് ആവശ്യമില്ല. എൻ്റെ കുടുംബം ഇവിടെ ഉണ്ട്, അവരുടെ പെർമിഷൻ എനിക്ക് ആവശ്യമില്ല. സഭയുടെ പെർമിഷൻ എനിക്ക് ആവശ്യമില്ല. ഞാൻ ശുദ്ധീകരണത്തിലോട്ട് വരേണ്ടത് എന്നെ വിളിച്ച കർത്താവ് ഞാനുമായിട്ടുള്ള ബന്ധമാണ്. മനസ്സിലായോ? അതാണ്. ഇതൊരു വ്യക്തിപരമായ ബന്ധം. ഈ കുടുംബവും സഭയും കൂട്ടുകാരും ഒന്നും കാണത്തില്ല അവിടെ. അതുകൊണ്ട് ഇവരെ ആരെയും പിടിച്ച് എക്സ്ക്യൂസ് പറയണ്ട. വളർന്നേലേ പറ്റൂ, രൂപാന്തരപ്പെട്ടേലേ പറ്റൂ. ഈ ആഴ്ചത്തേക്കാൾ അടുത്ത ആഴ്ച പുതിയ തീരുമാനങ്ങൾ എടുത്ത് കർത്താവിനോട് അടുത്തേലേ പറ്റൂ. എങ്കിൽ മാത്രമേ കാഹളം ഊതുമ്പോൾ, പണ്ടൊക്കെ ഇടയ്ക്ക് പിള്ളേരുടെ VBSനും ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഷോർട്ട് മൂവീസൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്നു, പ്രസംഗിക്കുന്നു, ജോലി ചെയ്യുന്നു, വണ്ടി ഓടിക്കുന്നു, കാഹളം ഊതുന്നു, എല്ലാവരും എടുക്കപ്പെടുന്നു. ഇവിടെ ഉള്ളവർ ബാക്കിയുള്ളവരെല്ലാം കിടന്ന്, കുറച്ച് പേര് എടുക്കപ്പെടുന്നു, ബാക്കിയുള്ളവരെല്ലാം ഇവിടെ കിടന്ന് നില വിളിക്കുന്നു. അത് ആൾക്കാർ കണ്ട് മടുത്തെന്ന് തോന്നി. ഇപ്പോൾ അങ്ങനെയുള്ള മൂവീസും അങ്ങനെയുള്ള VBS ഡ്രാമാസും ഒന്നും ഞാൻ കാണുന്നില്ല. കാരണം ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ടാൽ നല്ലതാണ്. ശരിക്കും നടക്കാൻ പോകുന്ന കാര്യം. ചെറിയൊരു ശേഷിപ്പ്, സ്മോൾ റെമനന്റ് മാത്രം എടുക്കപ്പെടും. ഒരു കുടുംബത്തിൽ നിന്ന് പോലും ചിലപ്പോൾ എല്ലാവരും എടുക്കപ്പെട്ടില്ലെന്നിരിക്കും. ദൈവഭയത്തോടുകൂടി ഓർക്കേണ്ട കാര്യമാണ്. ഒരു സഭയിൽ നിന്ന് എല്ലാവരും എടുക്കപ്പെട്ടില്ലെന്നിരിക്കും. പക്ഷേ എൻ്റെ ആഗ്രഹം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സഭയിൽ നിന്നും എല്ലാവരും എന്ത് ചെയ്യണം? വി ഷുഡ് ബി പെർഫെക്റ്റഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത് ദൈവഭയത്തോടെ. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അതിന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? അത്യാഗ്രഹം, ദുർനടപ്പ്, ഇങ്ങനെയുള്ള ദൈവപൈതൽ പോലും നിങ്ങളുടെ മധ്യത്തിലുണ്ടെങ്കിൽ, അല്ലെ അങ്ങനെയുള്ള ദൈവപൈതൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അവർ വചനം വിട്ടാ നടക്കുന്ന, ആത്മീയ ക്ഷീണത്തിൽ കൂടെ കടന്നു പോകുന്നത്, അവരുമായിട്ട് കൂട്ടായ്മ കൂടല്ല, ഭക്ഷണം പോലും കഴിക്കില്ല. ഡു നോട്ട് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദം, ഡു നോട്ട് ഹാവ് ഫുഡ് വിത്ത് ദം. കാണുന്ന എല്ലാ ദൈവമക്കളും വിളിച്ച പ്രോഗ്രാമിന് പോയി ഫുഡ് അടിക്കാൻ പറ്റത്തില്ല. ഫുഡ് അടിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. ആര് വിളിച്ചാലും നമ്മൾ ചെല്ലും, ഞാൻ വന്നേക്കാം. പാർട്ടിയൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാ ദൈവമക്കൾ അവരാ കൃപയിൽ നിൽക്കുവാണോ എന്ന് ദൈവവചനം നമ്മളെ അതിനെ അനുവദിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം പോകും. നമ്മൾ ഇത്രയും പ്രാപിച്ച ആത്മീയ സന്തോഷം, കർത്താവുമായിട്ടുള്ള അടുപ്പെല്ലാം നഷ്ടപ്പെടും. കൊരിന്ത്യ സഭയിൽ ക്ഷീണിക്കുവാനുള്ള കാരണം, കൊരിന്ത്യ സഭയിൽ ദൈവസാന്നിധ്യം വിട്ടുപോകാനുള്ള, അവർ ജഡീകരായി തീരുവാനും പാപം സഭയ്ക്കകത്ത് വരാനുള്ള കാരണം ഒക്കെ അതാണ്. 1 കൊരിന്ത്യർ മുഴുവൻ നമ്മൾ പഠിച്ചല്ലേ. ഒരാൾ അങ്ങനെ ചെയ്താൽ മതി, ആ പുളിപ്പ് സഭയെ മുഴുവനും ബാധിക്കും. അതുകൊണ്ടാണ് നമ്മളെല്ലാം വളരെ പെർഫെക്ഷനിലും ആ പൂർണ്ണത. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമാണ്, ദൈവഭയത്തോടുകൂടി നമ്മളെ തന്നെ എന്ത് ചെയ്യണം? പൂർണ്ണതയിലേക്ക് വിശുദ്ധീകരിക്കുക. അത് 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലും അവിടെ എഴുതി. 2 Thessalonians 3:6. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ടി നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഇതൊരു റിക്വസ്റ്റ് ആയിട്ടല്ല, ഒരു ആജ്ഞയായിട്ടാണ്. അങ്ങനെ വളരെ അഷ്വറൻസോടുകൂടി കർത്താവ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു ആജ്ഞയായിട്ട് പറയത്തുള്ളൂ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുമോ, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. എന്ത് ചെയ്യുവാനാ? എങ്ങനാ? ക്രമം വിട്ട് നടക്കുന്ന സഹോദരൻ ആരാ? ഹീസ് എ ബിലീവർ, ഹീസ് എ ബ്രദർ ഓർ സിസ്റ്റർ. അപ്പം ക്രമം വിട്ട് നടക്കുന്ന, ഓർഡർ, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ആ ഓർഡർ വിട്ട് നടക്കുന്ന സഹോദരനോട് എന്ത് ചെയ്യലെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? അവനിൽ നിന്ന് അകന്നുകൊള്ളണം, മൂവവേ എന്ന് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നു. അപ്പം 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ അത്യാഗ്രഹവും വാവിഷ്ഠാനം ഒത്തിരി കാര്യങ്ങൾ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വചനത്തിൻ്റെ ഓർഡർ വിട്ട് നടക്കുന്ന ദൈവ പൈതലിൻ്റെ കൂടെ ഡോണ്ട് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദം, ഡോണ്ട് ഈവൻ ഹാവ് ഫുഡ് വിത്ത് ദം, വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ പിന്നെയും എഴുതിയിരിക്കുക 2 തെസ്സലോനിക്കർ 3:6 ഈ 2 വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാർ പറയും എല്ലായിടത്തും പോകാം, എല്ലാ മീറ്റിങ്ങിനും പോകാം, എല്ലായിടത്തും ആമേൻ പറയാം, എല്ലായിടത്തും ഫുഡ് അടിക്കാം. നോ, ദൈവത്തിലല്ലേ, ദൈവമക്കളല്ലേ അവർ. ക്രമം വിട്ട് നടക്കുന്ന, അത് പരിശുദ്ധാത്മാവ് നമുക്കൊരു വിവേചനത്തിൻ്റെ വരം തരണം. ആരാണ് ക്രമം വിട്ട് നടക്കുന്നത്, ആരാണ് കറക്റ്റായിട്ട് വചനപ്രകാരം നടക്കുന്നത്. കർത്താവ് വേണ്ടാന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഇത് നമ്മളെയും കൂടെ ആത്മീയമായിട്ട് ക്ഷീണിപ്പിക്കും. നമ്മൾ അവരുടെ കൂടെ പോകുമ്പോൾ അവരുടെ മേൽ അവരെ ക്രമം വിട്ട് നടത്തുവാൻ, അവരെ വഴിതെറ്റിച്ച കാഴ്ചപ്പാട് മാറ്റിക്കളഞ്ഞ ഒരു ദുഷ്ടശക്തിയുണ്ട്. അവരുടെ ഇടയ്ക്ക് വ്യാപരിക്കുന്ന എന്തുവാണ്? പരിശുദ്ധാത്മാവല്ല, ഈ പ്രസംഗിക്കുന്ന യേശുവിനെ പറ്റിയ ചിലപ്പോൾ പുതിയ നിമിത്തിൽ നിന്നൊക്കെ ആയിരിക്കും ശുശ്രൂഷിക്കുന്ന, പക്ഷേ അവിടെ വ്യാപരിക്കുന്ന സ്പിരിറ്റ് വിച്ച് മൂവ്സ് എമംഗ് ദം, അതേതാണ്? അവരെ ക്രമം വിട്ട് നടത്തുവാൻ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാവാണ് അവരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മൂവവേ വിട്ട് അകന്നുകൊള്ളുവീൻ എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ ഇപ്പോഴും ദൈവമക്കൾക്ക് ശരിക്കും മനസ്സിലാകാത്ത ഏരിയകളാണ്. നമുക്കിപ്പോഴും അവർ വിളിച്ചതല്ലേ, എങ്ങനെ പോകാതിരിക്കുന്നത്? അത് എന്തെങ്കിലും നൈസായിട്ട് ഒരു കള്ളത്തരമൊന്നും പറയാതെ ഒരു എക്സ്ക്യൂസൊക്കെ പറയുവാൻ കർത്താവ് നമുക്ക് ആ സമയത്ത് എന്തുവാ പറയേണ്ടത് നമ്മുടെ വായി തരും. അത് പറഞ്ഞ് അങ്ങ് വിട്ടങ്ങാക്കാൻ. ഇപ്പം നീ ക്രമം വിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കൂ? നിന്നേക്കാൾ മുമ്പേ വിശ്വാസി വന്നാൽ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെയും കൂടെ ചാടിക്കും. അപ്പം പിന്നെ അവരോട് അടിയൊന്നും ഉണ്ടാക്കാൻ പോകണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് 2 വട്ടം വിളിച്ച് പോകാതിരിക്കുമ്പോൾ 3-ാമത്തെ വട്ടം എന്ത് ചെയ്യത്തില്ല, വിളിക്കത്തില്ല. പക്ഷേ അതേ സമയത്ത് വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി. അവർ ക്രമം വിട്ട് നടക്കുവാന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ മനസ്സിലാക്കിയാൽ അവരെ ഓർത്ത് എന്ത് ചെയ്യണം? അവർ യഥാസ്ഥാനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ വായിച്ചില്ലേ, ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു യഥാസ്ഥാനത്തിൻ്റെ ഒരു നിരപ്പിൻ്റെ വചനമാണ്. ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു യഥാസ്ഥാനത്തിൻ്റെ ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. ഈ ക്രമം വിട്ട് അകന്നു പോകുന്നവരെ തിരിച്ച് വചനത്തിൻ്റെ ഡിസിപ്ലിനിൽ കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയും ഒരു വചനവുമാണ് നമ്മളെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന. അല്ലാതെ നമ്മളങ്ങോട്ട് സൂപ്പർ ലക്ഷറീസിനെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കാണിക്കുന്ന ഒരു വചനമല്ല. നമ്മളെ പണിത് ലോകത്തിൽ ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിച്ച് തിരിച്ച് നിന്നെ വിളിച്ച വിളിയിലേക്ക് കൊണ്ടുവരുന്ന ആ ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പാളം വിട്ടു പോകാതിരിക്കണമെങ്കിൽ അതിന് കറക്റ്റായ വീൽസ്, അതിനെല്ലാം ഡൈമെൻഷനുണ്ട്. ഫിസിക്സ് അനുസരിച്ചുള്ള ഡൈമെൻഷൻ, അതിൻ്റെ പാളവും ഇതോട് ജോഡിയായിരിക്കണം, അതിന് പറ്റിയ വീലായിരിക്കണം. ഒത്തിരി ടെക്നോളജി ഉണ്ട് ഇതിൻ്റെ. അപ്പം നമ്മൾ പാളം വിട്ടു പോകുക, പ്രമാണം വിട്ടു പോകുക, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി വിട്ടു പോകുക. നമുക്കറിയാം ട്രെയിനുകളൊക്കെ എന്ത് സംഭവിക്കും? പാളം വിട്ടുപോകും. അതിനെല്ലാം ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഈ ദിവസങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ആൾക്കാർ എന്തുകൊണ്ട് ക്രമം തെറ്റി, കാഴ്ചപ്പാട് മാറി, സ്വർഗീയ കാഴ്ചപ്പാട് മാറി. ലോകത്തിൽ പൗലോസും ടീമും പറയുന്ന ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ, ഓരോ സഭ, ഓരോ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ ആ കുടുംബം എന്തുകൊണ്ട് പാളം തെറ്റിപ്പോകുവാൻ, ആ സഭ എന്തുകൊണ്ട് പാളം തെറ്റിപ്പോകാൻ, ആ വ്യക്തി എന്തുകൊണ്ടാണ് കൃപയിൽ നിന്ന് മാറിപ്പോകുവാനിടയായിത്തീരുന്നത്, അതാണ് നമ്മളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷക്കാരി. കർത്താവ് എല്ലാവരെയും പണിയുന്ന അതിനാ. നമ്മൾ ദൈവസന്നിധിയിൽ വരുന്ന നമ്മുടെ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്തിനാ? എല്ലാവരും കണ്ടു, ആഴ്ചയൊരിക്കൽ കണ്ട് നമ്മുടെ സ്നേഹബന്ധം പുതുക്കുക മാത്രമല്ല, അത് ശുശ്രൂഷയുടെ ഒരു പ്രധാന ഭാഗമാണെങ്കിലും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുക. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഉൾക്കണ്ണുകളൊന്ന് പ്രകാശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടോ ഞാൻ ദൈവം വിളിച്ചിരിക്കുന്ന വിളി. ഓരോരുത്തരുടെ വിളിക്ക് വ്യത്യാസമുണ്ട്. വിളി വിട്ട് പോകുന്നത് മറ്റുള്ളവരുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്, നമ്മളെ വിളിച്ച വിളിയും ദൈവം നമ്മളോട് സംസാരിക്കുന്ന ആലോചനയുമായിട്ട്. അതാണ് പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ദൈവഭയത്തോടുകൂടി എങ്ങനെയാണ് നമ്മളെ തന്നെ കർത്താവേ, കാഹളം ഊതുമ്പോൾ ഞാൻ എടുക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് ആമറി കൂവി ചങ്കത്തടിച്ച് എൻ്റെ യേശുവേ ഞാൻ എന്തോ വേണേലും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇത് തലകുത്തി നിൽക്കാമെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇവിടെ കിടന്ന് കൂവിയാൽ ആരെങ്കിലും കേൾക്കുമോ? കർത്താവ് കേൾക്കുമോ?
ഇതാണ് സുപ്രസാദ കാലം. ദൈവം സംസാരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന തീരുമാനങ്ങൾ എടുത്ത് രൂപാന്തരപ്പെട്ടോണം. നമുക്കറിയത്തില്ല എപ്പോഴാണ് കാഹളം ഊതുന്നത്. ഞായറാഴ്ച സഭായോഗത്തിൻ്റെ ഇടയ്ക്കായിരുന്നു ഏറ്റവും അനുഗ്രഹം എന്ന് പറഞ്ഞിരിക്കുക ഞാനും. കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എടുക്കപ്പെടുന്നത് കാണുകയും ചെയ്യാം. കണ്ണ് നിമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോകും, പക്ഷേ അങ്ങനെങ്കിൽ നമ്മൾ ഇന്ന് എടുക്കപ്പെടുമല്ലോ. അല്ലാത്ത സമയത്ത് അല്ലാത്ത ദിവസങ്ങൾ നിങ്ങളുടെയൊക്കെ അനുഭവം എന്തുവാ, എൻ്റെ അനുഭവം എന്തുവാന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളൊക്കെ ലോകവുമായിട്ട് ഇടപെട്ട് നിൽക്കുന്നവരാ. നല്ല കൃപയിൽ നിൽക്കുമ്പോൾ തന്നെ കാഹളം ഊതുവാനും എപ്പോഴും കൃപയിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. പെട്ടെന്ന് താഴോട്ടുള്ള ചില വാക്യങ്ങൾ. രണ്ടാമത്തെ വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവിൻ. ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല, ആരെയും കെടുത്തിയിട്ടില്ല, ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടില്ല. പല കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. അവർ ചോദിക്കുന്ന ചോദ്യം അവരുടെ കമൻസിനുള്ള ഉത്തരമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചു, 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ഓരോ പ്രാവശ്യം ഇവരെ കറക്ഷന് പറയുമ്പോൾ അവർ പറയുന്ന ചില കമൻസാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ പണ്ടിങ്ങനെ ചെയ്തില്ലേ. നമുക്കൊരു കാര്യം ദൈവദാസൻ പറയുന്ന ഒരു വചനം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പിന്നെ നമ്മൾ എല്ലാ മനുഷ്യനും ശ്രമിക്കുന്നത് എന്തുവാ, ആ ദൈവദാസനിൽ വല്ല കുറ്റം ഉണ്ടോ എന്ന് ആ ചകഞ്ഞ് നമ്മൾ നോക്കും. എന്നിട്ട് ആ കുറ്റം നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ കറക്ഷൻ്റെ ദൂത് കേൾക്കുമ്പോൾ ദൈവദാസൻ പണ്ടിങ്ങനെ ചെയ്തായിരുന്നല്ലോ. പിള്ളേരൊക്കെ പേരൻസിനോട് പറയത്തില്ല, പപ്പ പണ്ടങ്ങനെ ചെയ്തായിരുന്നല്ലോ, മമ്മി പണ്ടിങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. അതൊരു എസ്കേപ്പ്, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പല കാര്യങ്ങളാണ് ഇവിടെ. കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ കണ്ടു, എൻ്റെ മാനസിക നിലവാരം തന്നെ പോയി, യു ആർ ഔട്ട് ഓഫ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ താൻ ഇവിടെ പറയുക, ഞങ്ങളുടെ മാനസിക നിലവാരം പോയതല്ല, ഞങ്ങൾ ഇത്രയും സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നതും നിങ്ങളുടെ കറക്ഷന് വേണ്ടി സംസാരിക്കുന്നതും എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് രൂപാന്തരം വന്നേലേ പറ്റൂ, അതുകൊണ്ടാ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ ഒന്നും ഞങ്ങൾ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല. നിങ്ങളോട് എന്തൊക്കെ ഞങ്ങൾ പ്രസംഗിച്ചോ അത് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ, പ്രസംഗിച്ചു. എന്തൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞോ അതെൻ്റെ ജീവിതത്തിൽ ഉള്ളത് മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, പ്രസംഗിച്ചിട്ടുള്ളൂ. ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. എല്ലാം നല്ലൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള പരമാർത്ഥ ഹൃദയത്തോട് മാത്രമേ നിങ്ങൾ ചെയ്യും. 3-ാമത്തെ വാക്യം, കുറ്റപ്പെടുത്തുവാനല്ല ഞാൻ ഇത് പറയുന്നത്, ഒരുമിച്ച് മരിപ്പാനും ഒരുമിച്ച് ജീവിപ്പാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നുവെന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ എഴുതിയിരിക്കുന്നത് നേരത്തെ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. 3-ാം അധ്യായത്തിലൊക്കെ അത് എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാ. നിങ്ങൾ എൻ്റെ പത്രമാണ്, നിങ്ങൾ എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവരാണ്. നിങ്ങളുടെ എന്തെങ്കിലും ജീവിതത്തിലെ കുറവുകൾ വെളിപ്പെടുത്തി നിങ്ങളെ കൊച്ചതാക്കാനല്ല, നിങ്ങളെ കളിയാക്കാനല്ല, നിങ്ങൾ ആത്മീയമായിട്ട് വളർന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ മാർക്കിടാനല്ല. എന്തിനാണ് ഇവിടെ എഴുതി, കുറ്റം വിധിപ്പാനല്ല. 3-ാം അധ്യായത്തിൽ ഓർപ്പിച്ച പോലെ നിങ്ങൾ ഞങ്ങളുടെ പത്രമാണ്, നിങ്ങളിൽ വരുന്ന രൂപാന്തരമാണ് ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എത്രത്തോളം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാണ് ഇവിടെ ആ ഭാഗങ്ങൾ ഓർക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുക, നിങ്ങളെ കുറ്റം വിധിക്കുവാനല്ല എന്ന് പറഞ്ഞിട്ടാണ് 4-ാമത്തെ വാക്യം, നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത്, നിങ്ങളെക്കുറിച്ചുള്ള എന്റെ പ്രശംസ വലിയത്, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ പറയുക, വളരെ കഷ്ടതയെ കൂടാ ഞാൻ കടന്നു പോയത്. നിങ്ങൾക്ക് ഈ 2 കൊരിന്ത്യരുടെ തുടക്കത്തിൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഞാൻ നിങ്ങളെ വന്ന് കാണാം. കൊരിന്ത്യ സഭയോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വന്ന് കാണാം. 1 കൊരിന്ത്യത്തിൻ്റെ ലാസ്റ്റിൽ പറഞ്ഞു. പക്ഷേ 2 കൊരിന്ത്യർ തുടങ്ങുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളെ ഞാൻ വളരെ ആഗ്രഹത്തോടുകൂടി വന്ന് കാണുവാൻ ആഗ്രഹിച്ചു, പക്ഷേ ആ സമയത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ എങ്ങോട്ട് പോകാൻ, മക്കദോനിയയ്ക്ക് പോകാൻ. മക്കദോനിയയിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്നിട്ടുണ്ട്, നീ എങ്ങോട്ട് പോകണം, മക്കദോനിയയ്ക്ക് പോകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ആ വഴികൾ കൂടി പോയത് കൊണ്ടാണ് ഇപ്പം ആർക്ക് കഷ്ടത. ഇപ്പം പൗലോസിൻ്റെ ജീവിതത്തിൽ ചെറിയ കഷ്ടതയല്ല, വലിയ കഷ്ടതയാണ്. ആകെപ്പാടത്താൻ കഷ്ടത. ആ കഷ്ടത എന്തുവാന്ന് അടുത്ത 5-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. മക്കദോനിയയിൽ വെച്ച് അവരനുഭവിച്ച കഷ്ടത, അതിൻ്റെ മധ്യത്തിൽ നിങ്ങളിൽ നിന്ന് കിട്ടിയ ന്യൂസ് അത് വലിയ ആശ്വാസമായിരുന്നു. എന്തോ 5-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്. മക്കദോനിയയിൽ എത്തിയ ശേഷം ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായി. പുറത്ത് യുദ്ധം അകത്ത് ഭയം, പുറത്ത് യുദ്ധം അകത്ത് ഭയം. ദൈവം പറഞ്ഞത് കേട്ടതുകൊണ്ടുണ്ടായ പ്രശ്നം. തൻ്റെ പ്ലാനായിരുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് രൂപാന്തരം ഉണ്ടാകുമ്പോൾ വലിയ പോരാട്ടം ഇല്ലേ. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ സാത്താൻ നമ്മളെ ഡൗൺ ആക്കാൻ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കും, ഒരു പർവ്വതം പോൽ നിൽക്കും.
നമ്മളെ മുമ്പോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഏത് പർവ്വതം പോലുള്ള പ്രശ്നമാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് മഞ്ഞ് പോലെ അത് മെഴുകു പോലെ ഉരുകും. കാര്യം ദൈവം നമ്മളോട് പോകാൻ പറഞ്ഞാൽ അതിനി നീ ഇവിടെ പ്രസംഗിച്ച പോലെ നീ റോമിൽ പ്രസംഗിക്കണം, അത് കഴിഞ്ഞ് യെരുശലേമിൽ എന്നെ സാക്ഷിയായി തീരണമെന്ന് കർത്താവ് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് കപ്പൽ പൊട്ടിയാലും ആഴക്കടൽ പോയാലും ഇത് മുങ്ങിപ്പോകത്തില്ല. കർത്താവ് അവിടെ പോകാൻ പറഞ്ഞാൽ നമ്മൾ പോയിരിക്കും, അവിടെ എത്തും, ആരോഗ്യത്തോടുകൂടി ഇരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഏത് അസുഖം വന്നാലും നമുക്കത് വിഷയമല്ല. ശുശ്രൂഷ ചെയ്ത് നമ്മൾ തികയ്ക്കും. We will fulfill the ministry of the Lord. അത് ദൈവം നമ്മളെല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അത് ഓരോ മേഖലയിൽ അത് നമ്മളെല്ലാം കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ ശുശ്രൂഷ കംപ്ലീറ്റ് ആയി തീരുന്നത്. അപ്പോൾ എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടുകൂടി ചെയ്ത് തികയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നാണ് നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടു. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, പുറത്ത് യുദ്ധം അകത്ത് യുദ്ധം, എല്ലാ രീതിയിലും ഞാൻ കഷ്ടതയിലായിരുന്നു. ആകെപ്പാടെ ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ചെന്ന് കൊരിന്ത്യരെ ചെന്ന് പറഞ്ഞ പോലെ കണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മക്കദോനിയയിൽ നിനക്ക് ഞാൻ പുതിയ വഴി തുറന്നു. അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ആകെപ്പാടെ കഷ്ടതയാണ്. യോസെഫിനോട് ചോദിച്ചാൽ യോസെഫ് പറയും, നേരത്തെ ഒരു കുഴപ്പമില്ല, അപ്പൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടും, വേണ്ടതെല്ലാം കിട്ടുമായിരുന്നു. അവിടുത്തെ പുന്നാര മോനായിരുന്നു, എല്ലാവരും ലാലിച്ച് പുന്നാരിച്ച് വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോഴോ, വചനത്തിന് വേണ്ടി നിന്നപ്പോഴോ, സത്യത്തിന് വേണ്ടി നിന്നപ്പോൾ, പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ പാപത്തിൽ വീഴാതെ സത്യത്തിനും പ്രമാണത്തിനും വേണ്ടി നിന്നപ്പോൾ എന്ത് സംഭവിച്ചു? താൻ ജയിലിലായി. എവിടൊക്കെ നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, മോശയോട് ചോദിച്ചാൽ, ദാവീദിനോട് ചോദിച്ചാൽ, പൗലോസിനോട് ചോദിച്ചാൽ, ഇവിടെ അതാ പറയാനുള്ള, ദൈവം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തപ്പോൾ, മക്കദോനിയയിലേക്ക് ഞാൻ പോയപ്പോൾ ആകെപ്പാട് ഞങ്ങളെ എല്ലാ രീതിയിലും കഷ്ടം സഹിച്ച്, പക്ഷെങ്കിൽ കർത്താവ് എന്ത് ചെയ്തു? ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് ആശ്വാസത്തിനായിട്ട് ദൈവം ഞങ്ങൾക്ക് നിങ്ങളിൽ കൂടാണ് കർത്താവ് പ്രവർത്തിച്ചത്. ഓരോ രീതിയിലാണ്. ചില സമയത്ത് പൗലോസ് പറഞ്ഞു, വളരെ കഷ്ടതയിൽ കൂടി കടന്നു പോയപ്പോൾ സാമ്പത്തികമായിട്ട് അവരുടെ ടീമിനെ സഹായിച്ച സഭകളെ ദൈവത്തെ നാമമഹത്വത്തിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള സഹായമല്ല, ഇവിടെ എന്തുവാ എന്ന് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. തിമോത്തിയോസിനോട് ഈ ഒരു ഭാഗം ഓർപ്പിക്കുന്ന, ശുശ്രൂഷയിൽ ഇങ്ങനെ ഉണ്ടാവും, അത് ഓർപ്പിക്കുന്ന ഒരു ഭാഗം കൂടെ നമുക്ക് ഇതിനോട് ചേർന്നൊന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 16, 17, 18. 2 Timothy chapter 4 verse 16 to 18. ഒന്നാം പ്രതിമാസത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണനിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാൻ സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ചല്ലോ. എൻ്റെ ആദ്യത്തെ യാത്രയിൽ, മിഷണറി യാത്രയിൽ ആരും എനിക്ക് തുണ നിന്നില്ല. പക്ഷെങ്കിൽ കർത്താവ് എന്നെ കൈവിട്ടില്ല. കാര്യം ഏൽപ്പിച്ചതാരാ? കർത്താവാണ് എന്നെ ഏൽപ്പിച്ചത്. ഒന്നും കാണാതാണ് താൻ തിരിച്ചത്. ഇന്നത്തെ പോലെ ഒരു മിഷൻ ട്രിപ്പിനൊക്കെ ഇന്ന് ദൈവമക്കളെല്ലാം നോർത്ത് ഇന്ത്യയിലോട്ട് മിഷൻ ട്രിപ്പിന് പോകും. ബീഹാറിലോട്ട് പോയാൽ അവരെ സ്വീകരിക്കാൻ അവിടെ ഇഷ്ടത്തിന് മലയാളി ദൈവദാസന്മാർ തന്നെയുണ്ട്. അവർക്ക് താമസം ഒരുക്കി കൊടുക്കാൻ, അവർക്ക് ആഹാരം കൊടുക്കാൻ, അവർ ശുശ്രൂഷിച്ചാൽ മാത്രം മതി. ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയാലും നമ്മളെ വിളിക്കുന്നവർ ശുശ്രൂഷിക്കാൻ അവിടെ ചില ദൈവമക്കൾ ഓൾറെഡി ഉണ്ട്. നമ്മളെക്കാൾ മുമ്പേ അവിടെ വർഷങ്ങൾക്ക് മുമ്പേ ചെന്ന ദൈവമക്കൾ അവിടെ ഉണ്ട്, സഭകൾ അവിടെ ഉണ്ട്. അതുപോലാണോ പൗലോസ് അപ്പോസ്തലൻ പോകുന്നത്? സഭ പോട്ട് തൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലായ ഒരു യഹൂദൻ പോലും അവിടെ എങ്ങും ഇല്ല, ജാതികൾ മാത്രമേ ഉള്ളൂ. ഒരു പരദേശിയെ ഇന്നത്തെ പോലെ സ്വീകരിക്കുന്ന ഒരു മര്യാദയൊന്നും അന്നില്ല. എല്ലാ രീതിയിലും ആരും എനിക്ക് തുണ നിന്നില്ല. അവരോടൊന്നും ദൈവം കണക്കിട. അവിടെയൊക്കെ ദൈവമക്കൾ ഉണ്ടായിരുന്നു, പക്ഷേ അവരോടൊക്കെ ദൈവം കണക്കിടാതിരിക്കട്ടെ. പക്ഷേ കർത്താവ്, ലോർഡ് ഹെൽപ്പ് മീ, ലോർഡ് വാസ് വിത്ത് മീ. അടുത്ത വാക്യം കൂടെ 18 വായിച്ചോ. ഇവിടെ പൗലോസ് 16, 17, 18 തിമോത്തിയോസിനോട് പറയുക, ആരും കർത്താവ് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശക്തമായ എതിർപ്പ് വരും. അവിടെ ഒന്നും ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ വിളി അനുസരിച്ച് നിൽക്കുവാനും ദൈവം എന്നെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം ചെയ്യുവാനും ദൈവം സഹായിച്ചു. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഇല്ല, എന്നെ വിഴുങ്ങുവാനാണ് സാത്താൻ നോക്കിയത്. ആ ശുശ്രൂഷ ചെയ്യുവാനല്ല, എന്നെ തന്നെ ഇല്ലാതാക്കാൻ. അവിടെ എല്ലാം എന്നോട് ചേർന്ന് കർത്താവ് നിന്നു. ആ ശുശ്രൂഷ ചെയ്ത് എന്നെ ജയാളിയായിട്ട് നിർത്തി. ആ കർത്താവിന് എന്നേക്കും ആമേൻ, ഗ്ലോറി ബി ടു ദ നെയിം ഓഫ് ദ ലോർഡ്. അല്ലേ? ഇതാണ് ആ പാറ്റേൺ. നമ്മളൊക്കെ ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. എവിടാ നമ്മുടെ കാര്യങ്ങളൊന്ന് പ്രശ്നമൊന്ന് മാറിയിട്ട് വേണ്ടേ കർത്താവ് ഏൽപ്പിക്കുന്ന പ്രശ്നങ്ങൾ, ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ? ഈ നമ്മുടെ വിഷയത്തിൽ തന്നെ കിടന്ന് കുഴഞ്ഞിരിക്കുക നമ്മളില്ലേ. കൊച്ചു കൊച്ചു വിഷയങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെയോ നമ്മുടെ വീടിൻ്റെയോ വിഷയങ്ങളൊക്കെ നമുക്കത് വലിയ വിഷയങ്ങളാണ്. അങ്ങനെയുള്ളവരെ കർത്താവ് എങ്ങനെയാണ് വലിയ വിഷയങ്ങൾ ഏൽപ്പിക്കുന്നത്? ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇനി പിശാചല്ല, ഗവൺമെൻറ് അല്ല, മുഖ്യമന്ത്രി അല്ല, ആര് വന്നാലും ദൈവം എന്നെ ഏൽപ്പിച്ചു. ദാവീദ് പറഞ്ഞില്ലേ രാജാവിനോടും ശൗലിനോടും ഗോലിയാത്തിനോടൊക്കെ പറഞ്ഞല്ലോ, ഐ കം ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവൻ, ഞാൻ വരും, ഞാൻ യുദ്ധം ചെയ്യും, ദൈവം എനിക്ക് ജയം. എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നെ അയക്കുന്നത് എന്തിനാ? ആ ശുശ്രൂഷ ചെയ്ത് തികച്ച് വരാനാ, പരാജയപ്പെട്ട് പോരാനല്ല. അപ്പം ഈ ഒരു ഉറപ്പ് പ്രാപിച്ച് അതിൻ്റെ ഇടയ്ക്ക് വരും. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഞങ്ങളിവിടെ പലപ്പോഴും ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുള്ള ഒരു സുവിശേഷ മിഷൻ ട്രിപ്പിനൊക്കെ പോയി വർഷത്തിൽ പല പ്രാവശ്യം ഇങ്ങനെ പോകും. ഒരു മാസം നാട്ടിൽ കാണും, പിന്നെ ഞങ്ങൾ പോകുമ്പോൾ മിക്കവാറും 1.5 മാസം 40 ദിവസത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ് സാധനങ്ങൾ എടുക്കാൻ. ഞങ്ങളവിടെ പോകുമ്പോൾ എന്തൊക്കെ നമ്മുടെ പല വസ്തുക്കളുടെയും ചുറ്റിനും വലിയ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഒരു സൈഡിലെ മതിൽ മുഴുവൻ വീണ് അടുത്ത വീട്ടുകാരുടെ, അതിനൊന്നും വീഴേണ്ട ഒരാവശ്യവുമില്ല, അതിനെല്ലാം പില്ലറടക്കി കൊടുത്തിട്ടുണ്ട്. എന്തിന് വീണൊന്നും സാത്താൻ വന്ന് തെള്ളിയിടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വർഷം ഒരു സൈഡിലെ മതിലെല്ലാം വീണ് മറ്റുള്ളവരുടെ വലിയ വിലയുള്ള, അവർക്ക് നഴ്സറിയും കൂടെ ഉണ്ട്, ചെടിച്ചട്ടി എല്ലാം നശിപ്പിച്ച് ആ ഒരു വലിയ പ്രശ്നം അവിടെ കിടന്നു. വേറൊരു പ്രാവശ്യം പോയപ്പോൾ മമ്മി പലപ്പോഴും വീട്ടിലുണ്ട്. ആ സമയത്ത് ഒറ്റയ്ക്ക് ഹോസ്റ്റലായിരുന്നു. അടുത്തൊരു ഒരു ആൻറ്റിയോട് വന്ന് കിടക്കും. ഞങ്ങൾ രണ്ടുപേരും മറ്റുള്ള ദേവദാസന്മാർ ചേർന്ന ടീം. ഞങ്ങൾ ഫോണല്ല, ഞങ്ങൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് പലപ്പോഴും. ഞങ്ങളിനി എന്ത് വിളിച്ചാലും മരിച്ചു എന്ന് പറഞ്ഞാലും വന്നിട്ട് അടക്കുന്നേ ഞങ്ങൾ പറയത്തുള്ളൂ. അതുപോലെ എരിവിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ സാത്താനോട് യുദ്ധം ചെയ്ത് യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് തിരിച്ച് വരുന്ന, ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്. എന്തൊക്കെ പ്രശ്നം ഈ മിഷൻ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ചിക്കൻ ബോക്സും കൊണ്ട് നിറച്ച്, ഇവിടെ എല്ലാം നിറച്ച് ചിക്കൻ ബോക്സും കൊണ്ട് വേദന സഹിച്ച് നിന്ന് ഞങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങളിൽ നിന്ന് കർത്താവെ ആർക്കും പകരല്ലേ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ. അവരോട് പോലും ഞങ്ങൾ പറഞ്ഞില്ല. ഇതിൻ്റെ അടുത്ത് ഈ സമയത്ത് ആ ചൂട് കാലം കൂടായി, ചിക്കൻ ബോക്സ് വരുന്ന കാലം, ഈ ഏപ്രിൽ മെയ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മരുഭൂമിയാണ്. ആ മരുഭൂമി സമയത്ത് ഈ വേർതിരിക്കുന്ന ഇതിൻ്റെ അകത്തൂടെ ഭയങ്കര വേദന, ഒരു പനിക്കും നമ്മളെ. എന്നിട്ട് നമുക്ക് വചനം വായിക്കാൻ പോട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ നമ്മളെ രാവിലെ മീറ്റിംഗ്, ഉച്ചയ്ക്ക് മീറ്റിംഗ്, വൈകിട്ട് മീറ്റിംഗ്, ശുശ്രൂഷയിലല്ലേ പറ്റത്തുള്ളൂ. ദേവദാസന്മാർ ഞങ്ങൾ മാറി മാറി ഞങ്ങൾ അതെല്ലാം ശുശ്രൂഷ ചെയ്യുക. ആ വേദനയോടുകൂടി ഞങ്ങൾ വാഹനം ഓടിച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ 14 ദിവസം എടുക്കുമല്ലോ പോകാൻ. 10 ദിവസം എന്തുമായാലും നമ്മളെ വളരെ കഷ്ടപ്പെടുന്നത്. കാരണം എന്തൊക്കെ അസുഖങ്ങൾ, എന്തൊക്കെ ക്ഷീണങ്ങൾ. ഒരു വട്ടം മമ്മി വിളിച്ചു പറഞ്ഞ മോട്ടർ കത്തി പൊട്ടിത്തെറിച്ച് പോയത്. പുതിയ മോട്ടർ വാങ്ങിച്ചു വെച്ചിട്ട് പോയത്. കാര്യം എപ്പോഴും പിശാചി ഈ മോട്ടറിനായിട്ട് പണിയുന്ന കാര്യം. വെള്ളമില്ല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ അതൊക്കെ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ശരിയായി. ഇത് തിരിച്ച് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ. അവിടെ ആരെങ്കിലും ചെയ്യുന്നേ ചെയ്യട്ടെ, അല്ലാതെ ശുശ്രൂഷ ഇതൊന്നും. ഞാൻ പറഞ്ഞത് എന്തൊക്കെ ബോംബ് പൊട്ടിക്കാമോ ഇതെല്ലാം നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ സാത്താൻ ചെയ്യും. അതാണ് ഇവിടെ പൗലോസ് പറഞ്ഞത്. നമ്മളിത് അനുഭവിക്കാത്ത എന്നാണെന്നറിയാം. നമ്മൾ ഒരു സ്റ്റെപ്പ് ഒന്ന് ഫോർവേഡ് എടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഇവിടുത്തെ വാഗ്ദത്തം എന്തോ, പ്രോമിസ് എന്തുവാ? ഓ ലോർഡ് വാസ് വിത്ത് മീ. ദൈവം എനിക്ക് തുണ നിന്നു. ഈ അടുത്തുള്ള ഈ അനുഭവമൊക്കെ ഒന്ന് അറിയണമെങ്കിൽ കർത്താവിന് വേണ്ടിയും പ്രമാണത്തിന് വേണ്ടിയൊക്കെ ഒന്ന് ധൈര്യമായിട്ട് നിൽക്കുന്നേ. ഈ കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല, ഞാൻ ആ കർത്താവിൻ്റെ അടുത്ത സാന്നിധ്യം അറിഞ്ഞിട്ടില്ല, എന്നോട് ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്നില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഒത്തിരി മാറിയാണ് നിൽക്കുന്നില്ല. ദൈവത്തിൻ്റെ ആ പദ്ധതിയും പ്ലാനും വിളിയൊക്കെ അനുസരിച്ച് ഒന്ന് അടുത്ത് വരുമ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എന്തുവാ? സഭയെ ഓർപ്പിക്കുന്നത്. പാസ്റ്റേഴ്സ് മീറ്റിങ്ങിലെ പ്രസംഗമല്ല ഇത്. ദൈവസഭയെ ഓർപ്പിക്കുന്ന വചനഭാഗങ്ങളാണ് ഞാൻ ഈ വായിക്കുന്നത്. ഇവിടെ കൊരിന്ത്യർ സഭയെ ഓർപ്പിക്കുക. തിമോത്തിയോസിനോട് പറഞ്ഞ് നമ്മൾ വായിച്ചല്ലോ, ദൈവം എനിക്ക് തുണ നിന്നു, മനുഷ്യരാരും എൻ്റെ കൂടെ നിന്നില്ല. നമ്മൾ വിചാരിക്കുന്ന മനുഷ്യർ നിൽക്കുമെന്ന്, ആരും നിൽക്കത്തില്ല. ദൈവം എനിക്ക് തുണ നിന്നു, ദൈവം എനിക്ക് ജയം തന്നു. എല്ലാ രീതിയിലും കഷ്ടം. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ദൈവദാസന്മാരാണ് തിമോത്തിയോസും തീത്തോസും, ടിമോത്തി ആൻഡ് ടൈറ്റസ്. 2 പേരെയും ഓരോ സ്ഥലത്തേക്ക് പൗലോസ് തന്നെ അയക്കേണ്ട വന്നു. തീത്തോസിനെ എങ്ങോട്ട് അയച്ചു? ഒരു എഴുത്തുമായിട്ട്, 1-ാം ലേഖനം ആ എഴുത്തുമായിട്ട് എങ്ങോട്ട് അയച്ചു? കൊരിന്ത്യ സഭയ്ക്ക് അയച്ചു. ആ തീത്തോസിനെ വഴി വെച്ച് കാണാമെന്ന് പറഞ്ഞു. ആ വഴി വെച്ചുള്ള ജംഗ്ഷനിൽ എന്ത് ചെയ്തില്ല, അവർ ആ പോർട്ടിൽ ചെന്ന് നിന്നപ്പോൾ കണ്ടില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. കാണാതെ വിഷമത്തോടു കൂടിയാണ് താൻ വീണ്ടും എന്ത് ചെയ്തത്? ത്രോവാസി വന്നിട്ട് കണ്ടില്ല, വിഷമത്തോടു കൂടിയാണ് താൻ മക്കദോനിക്ക്. ത്രോവാസി വരുമ്പോൾ അവർ കാണാമെന്നാണ് പറഞ്ഞു. തീത്തോസിന് എന്ത് പറ്റി? തനിക്ക് വല്ലതും ആപത്ത് വല്ലതും വന്നല്ലോ? എന്തുവാ തൻ്റെ കയ്യിൽ എന്താ സംഭവിച്ചത്? ഒന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലല്ലോ. ആ വേദനയോടുകൂടിയാണ് മക്കദോനിയയിൽ വരുന്നത്. അല്ലാതെ ഇവിടെ വന്നപ്പോൾ തൻ്റെ കൂടെയുള്ള ദൈവദാസന്മാരില്ല. ആകെപ്പാടെ കഷ്ടത, പ്രയാസം. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് ആശ്വാസമായിട്ട് 6-ാമത്തെ വാക്യം വായിച്ചു. ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഈ കഷ്ടതയുമായി ഗോഡ് ഈസ് എ ലോർഡ് ഹു കംഫർട്ട്സ് അസ്. വളരെ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഈ വേദന അനുഭവിക്കുന്നത്. നമ്മളായിട്ടുണ്ടാക്കുന്ന കഷ്ടപ്പാടിന് കർത്താവ് ലോർഡ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ. അത് വചനത്തിൽ എഴുതിയിട്ടുണ്ട്.
കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ, പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എന്ത് കഷ്ടതയും വിലയും നഷ്ടവും സഹിക്കേണ്ട വന്നാലും ഹൂ ഇസ് റെസ്പോൺസിബിൾ? ദൈവമാ അതിന് ഉത്തരവാദിത്തം. കർത്താവ് നോക്കിക്കോളും. കർത്താവ് ഒരു പരീക്ഷ ഇടും. നമ്മൾ പെറുവെറുക്കുന്നോ, നമ്മൾ ഇട്ടിട്ട് പോകുന്നു. വല്ലാതെ കഷ്ടതയായപ്പോൾ പൗലോസിന് വേണേ എന്ത് ചെയ്യായിരുന്നു? ബൈബിളൊക്കെ നമ്മൾ ദേഷ്യം വരുമ്പോൾ ചെയ്യുന്ന തുമ്പെന്ന് അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഇനി പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, കർത്താവ് ഇതല്ല എൻ്റെ ജീവിതത്തിൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് പലരും ചെയ്യാറില്ലേ? അടച്ചു വെച്ചിട്ട് വേണേ പിണങ്ങായിരുന്നു കർത്താവിനോട്. പക്ഷെ അവിടെ എല്ലാം കൃപയിൽ കർത്താവേ, ലോർഡ് ഗിവ് മീ ഗ്രേസ്, കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ, ഇവിടെ ജയാളിയായിട്ട് നിർത്തണമേ, സാത്താൻ്റെ പദ്ധതികളെ ജയിക്കല്ലേ, ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ കംപ്ലീറ്റ് ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് താൻ ഒറ്റയ്ക്ക കൂടുന്ന് പ്രാർത്ഥിച്ച് സഹായിക്കാൻ പോലും ആരുമില്ല. ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ ഇന്നാണ് എന്ത് ചെയ്യും? ഒരു 10 പേർക്ക് മെസ്സേജ് അയക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അതൊന്നും അന്ന് നടക്കത്തില്ല. താലില്ല തൻ്റെ കൂടെയുള്ള യെരുശലേമിലെ സഭയോ കൂട്ടു സഹോദരന്മാർ അവരുടെ ഒന്നും ന്യൂസ് പോലുമില്ല. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ കംഫോർട്ട് ചെയ്യുന്ന കർത്താവ് എങ്ങനെയാണ് ഒരു ആശ്വാസം തന്നത്? 7-ാമത്തെ വാക്യം വായിച്ച്. നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷം. താൻ വിചാരിച്ചത് ഈ 1 കൊരിന്ത്യർ അങ്ങോട്ട് എഴുതുമ്പോൾ, 1 കൊരിന്ത്യൻ്റെ അകത്തെ കറക്ഷൻ നിങ്ങൾ കണ്ടല്ലോ. കുടുംബജീവിതം ഇതൊക്കെ വലിയ പ്രശ്നമുള്ള ഏരിയ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ ദൈവദാസന്മാരെ കൊരിന്ത്യ ലേഖനത്തിൻ്റെ ആ ഭാഗമൊക്കെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം, മക്കൾ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരിക്കണം, ഭർത്താവും ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം, കരുതണം, യജമാനൻ ദാസൻ, ഈ ഭാഗങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ആകെപ്പാട് ഇന്നത്തെ രീതികളെല്ലാം ഈക്വൽ റൈറ്റ്സും ഫെമിനിസവും അല്ലെങ്കിൽ അതിൻ്റെ രീതികളെല്ലാം മാറിയ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് ഈ പഴയ വചനവും പറഞ്ഞുകൊണ്ട് വരുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് മാത്രമല്ല, ഇതൊന്നും സ്വീകാര്യമല്ല. ഇന്നത്തെ കാലത്ത് അവിടെ ദേവദാസന്മാർ ആ ഏരിയ ദേവദാസന്മാർ ചോദിച്ചാൽ പറയും ബുദ്ധി എന്തോന്നറിയാം, ആ ഏരിയ ടച്ച് ചെയ്യാതിരിക്കുക, പ്രശ്നങ്ങളൊന്നും സഭയിൽ ഉണ്ടാകത്തില്ല, വിശ്വാസികളാരും സഭ വിട്ട് പോകത്തുമില്ല. പക്ഷേ ശരിക്കും ഒരു അഭിഷക്തൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പണി നടക്കേണ്ട ഏരിയയിൽ പണി നടന്നേലേ പറ്റൂ. അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം ആ കുടുംബത്തിൽ, ആ സ്ഥാപനത്തിൽ, ആ ഹല്ലേലൂയ വ്യക്തിയുടെ കൂടെ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അപ്പം വ്യക്തിപരമായ പേഴ്സണൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിങ്ങിൽ ആവശ്യമായ ആ പാപം ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾ സഭയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഒത്തിരി കാര്യങ്ങളാണ്. ഒന്ന്, തന്നെ ഭ്രാന്തൻ വരെ നേരത്തെ വിളിച്ചതാണ്. അപ്പോൾ കൊരിന്ത്യ സഭ ഇത് സ്വീകരിക്കത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ 7-ാമത്തെ വാക്യത്തിൽ വായിച്ചില്ലേ, തീത്തോസ് വന്നപ്പോൾ നിങ്ങൾ ആ ലേഖനം വായിച്ചു, നിങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്തു. നിങ്ങൾ എന്നോടുള്ള സ്നേഹം നിങ്ങൾ ആരോട് കാണിച്ചു? ഞാൻ അയച്ച ആ മെസ്സഞ്ചർ, ആ ദൈവദാസൻ തീത്തോസിനോട് നിങ്ങൾ ആ സ്നേഹം കാണിച്ചു. തീത്തോസ് വന്ന് എന്നോട് ആ സ്നേഹം പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായെന്ന് അറിഞ്ഞ് നിങ്ങൾ ആ വചനം സ്വീകരിച്ചു എന്നറിഞ്ഞ് ഞാൻ ഏറ്റവും അധികം ഈ വിലയൊക്കെ പൗലോസ് കൊടുക്കുന്നതിൽ ഒരു റിസൾട്ട് നമ്മൾ ചില സമയത്ത് ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഒരു റിസൾട്ട് വന്നില്ലെങ്കിൽ നമുക്ക് ആകെപ്പാട് വിഷമം ഇല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി അങ്ങ് മാനസാന്തരപ്പെടണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ രോഗം മാറണം. ഇതൊന്നും ഉടനെ സംഭവിച്ചില്ല. നമുക്ക് ആകെപ്പാട് നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും കർത്താവിന് വേണ്ടി ഈ ദേശത്ത് പ്രവർത്തിച്ചിട്ട് ഫലമുണ്ടാകുന്നില്ലല്ലോ. ഞങ്ങൾ വ്യക്തിപരമായിട്ട് ദൈവം പല സ്ഥലങ്ങളിൽ ഞങ്ങളെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കൂടുതൽ വർഷം 10 വർഷം ഇവിടും 10 വർഷം ആന്ധ്രയിലൊരു സ്ഥലത്ത് പോവാം. അവിടെ തന്നെ പല സ്ഥലങ്ങൾ, പല മേഖലകൾ, പല മീറ്റിങ്ങുകൾ ഞങ്ങൾ വർഷങ്ങൾ 4-5 വർഷമൊക്കെ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ആഴ്ചയിൽ 6 ബൈബിൾ ക്ലാസ്സുകൾ വെച്ചുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മാസം എത്ര ഇന്ധനം അടിച്ചിട്ടുണ്ടെന്ന് തന്നെ കർത്താവിന് മാത്രം അറിയാം. ഒരു കാലത്ത് അതുപോലെ യാത്ര ചെയ്തത് ഞായറാഴ്ച 2 സഭായോ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച് ഇവിടെ ആഹാരം ഇരിക്കും, ഒന്ന് ഇറങ്ങാൻ സമയമില്ല. ഇവിടെ ആഹാരം ഇരിക്കുന്ന സമയത്ത് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് പാടാനും പ്രസംഗിക്കാനൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കാര്യം ആഹാരം എല്ലാം ഇരിക്കുന്നേ ഉള്ളൂ, കഴിച്ചതേ ഉള്ളൂ. ഒന്ന് വെള്ളം കുടിച്ച് അപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് അരമണിക്കൂറിൻ്റെ അകത്ത് ഓടിച്ചെത്തിയും സൗണ്ട് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്ത് അടുത്ത ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് അങ്ങനെ മീറ്റിംഗ് നടത്തിയ വർഷങ്ങൾ, അനേക വർഷങ്ങൾ ഉണ്ട്. സോ അതിനൊക്കെ പലപ്പോഴും ചില മീറ്റിങ്ങുകൾക്കൊക്കെ അതിൻ്റെ ഫ്രൂട്ടില്ല, അതിൻ്റെ ഫലമില്ല. ഇത്രയും സത്യവചനം പഠിപ്പിച്ചിട്ട് ഇത്രയും നമ്മൾ ദൈവം തന്നിരിക്കുന്ന ആഹാരം കഴിക്കാനുള്ള ചെറിയ പരിമിതികളുടെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒന്നുകൂടി ചുരുങ്ങിയിട്ടാണല്ലോ നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത്രയുമൊക്കെ നമ്മൾ ചെയ്തിട്ട് അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ വലിയ ക്ഷാമം അല്ലെങ്കിൽ വലിയ ശൂന്യതയാണ് ഉണ്ടാകുന്നത്, വലിയ കഷ്ടത. നിമിത്തം ചില സമയത്ത് കുടുംബം പോലും അല്ലെങ്കിൽ അതിന് പിള്ളേരും ഒക്കെ അതിനകത്ത് റിബലാകുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പോലും അതിനൊരു ഫലമില്ലാതിരിക്കുമ്പോൾ എത്ര വിഷമമാണ്. ഇവിടെ ദൈവദാസൻ പറയുക,
ഞാൻ ഇത്രയും അധ്യായം എഴുതാൻ താൻ എത്ര മാസം ദൈവസന്നിധിയിലിരുന്ന് പ്രതിഷ്ഠയോടുകൂടി ഒരു വ്രതത്തിലിരിക്കുന്ന പോലെ ഇരുന്നിട്ട് ആണ് ഇത്രയും ഡയറക്റ്റായിട്ടുള്ള വെളിപ്പാടുകളാ. 1 കൊരിന്ത്യർ 11 അധ്യായത്തിനകത്തൊക്കെ ഇവിടെ ലോകത്തിന് മുഴുവനുമുള്ളൊരു വെളിപ്പാടാണ്. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നത് എന്തെന്നാൽ തിരുവത്താഴത്തെ പറ്റിയൊക്കെ പറയുന്ന ആ ഭാഗം. അപ്പോൾ അത്രയും നല്ല വചന വെളിപ്പാടുകൾ പ്രാപിച്ച് താൻ അവർക്ക് കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ ഭ്രാന്തൻ വിളിക്കുകയും താൻ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുമ്പോൾ എത്ര വിഷമമുള്ള, അതിനൊരു ഫലമുണ്ടാകുന്നില്ലല്ലോ കർത്താവ്. എഫെസോസിൽ താൻ പറയുന്നു, രാപ്പകൽ 3 വർഷത്തോളം ഇവിടെ ഞാൻ മൃഗയുദ്ധം ചെയ്തു, ഞാൻ ഇല്ലാതായി പോകുന്നു എന്ന് വിചാരിച്ചു. അപ്പം കഠിനാധ്വാനം കർത്താവിനെടുത്ത് താൻ ഒന്നാമത് ശരീരത്തിൽ ക്ഷീണിതരാണ്. ഞങ്ങൾ ദേവദാസന്മാരൊക്കെ ഞങ്ങളെ എൻകറേജ് ചെയ്യുവാൻ കുടുംബമെങ്കിൽ കൂടുണ്ട്. മക്കളെ ഒന്ന് ഓടിച്ചു വിടാം, കുടുംബത്തോട് എന്തെങ്കിലും പകുതി ജോലി അവർ ചെയ്തോളും. ഒന്ന് പ്രാർത്ഥിക്കാനും സപ്പോർട്ട് ചെയ്യാനും, നമ്മൾ ഡൗൺ ആകുമ്പോൾ സപ്പോർട്ട് ചെയ്യുവാനൊക്കെ ചില കുടുംബം കൂടുണ്ട്, അല്ലെങ്കിൽ പേരൻസ് കൂടുണ്ട്, സഭ കൂടുണ്ട്. ഇതൊന്നും ഇല്ലാതാണ് ഇവിടെ അപ്പോസ്തലൻ ഒറ്റയ്ക്കാണ് പലപ്പോഴും യാത്ര ചെയ്യുന്നത്. ഇപ്പോഴായിരിക്കുന്ന ഒറ്റയ്ക്ക ആ കഷ്ടതയുടെ മധ്യത്തിൽ ഇല്ലാതായി പോകുമോ എന്ന് വിചാരിച്ച് ദൈവം തന്നെ അനുവദിക്കുന്ന ഉടനെ അല്ല റിസൾട്ട്സ്. അതിൻ്റെ അർത്ഥം എന്തോ നമുക്കിവിടെ മനസ്സിലാകുന്നത്, ഉടനെ അല്ല റിസൾട്ട്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആരാധനയാണ്, പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും നിശ്ചയം. ഇന്ന് കണ്ടില്ലെങ്കിലും നാളെ റിസൾട്ട് കാണാൻ പറ്റും. അത് ദൈവവചനത്തിൻ്റെ പ്രത്യേകതയാണ്. ഒന്നേ അവരതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് അനുഗ്രഹമായിട്ടും, അതവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ന്യായവിധി നടക്കുന്നതായിട്ടും കാണാൻ പറ്റും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ദൈവത്തിൻ്റെ ന്യായവിധി നടന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ വചനം അങ്ങനെ പ്രവർത്തിക്കുന്ന എന്ന് യഹോവയായി ദൈവം പഴയ നിയമത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ. അത് സ്വീകരിക്കുന്നവന് അനുഗ്രഹമായിട്ടും അതിനെ തിരസ്കരിക്കുന്നവന് വലിയ ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടും ന്യായവിധിയായിട്ടും ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്ന വചനമാണ്. അത് ദൈവത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലും ന്യായവിധി അല്ല കർത്താവെ, അവർ സ്വീകരിക്കണം, അവർ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് അറിഞ്ഞ് തന്നെ സകല ദീർഘക്ഷമയോടുകൂടി വചനം ഉപദേശിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 8ാമത്തെ വാക്യത്തിൽ താൻ അതൊന്നൊരു ക്ലിയർ ആക്കുന്നുണ്ട്. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിൽ ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുദപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കും. ഇപ്പം വ്യക്തമായല്ലോ നിങ്ങൾക്ക് എന്തുവായി പൗലോസ് പറയുന്നത്. ആ ലേഖനം, ആദ്യത്തെ ലേഖനം 1 കൊരിന്ത്യർ ഞാൻ നിങ്ങൾക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടായി എന്ന് എനിക്കറിയാം. നിങ്ങളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനത് എഴുതിയത്. പക്ഷെ ആ ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ എന്തായി തീരും? സന്തോഷമായി തീരും. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവ് നമ്മളെ ഒന്ന് ഉണർത്തുവാനും നമ്മൾ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ ഒന്നുകൂടെ ഓർപ്പിക്കുവാൻ ദൈവം ചെയ്യുന്ന എല്ലാ വേദനയ്ക്കായിട്ടും ദുഃഖത്തിനായിട്ടും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. 8ാമത്തെ വാക്യം. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിൽ ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുദപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. മുമ്പേ അനുദപിച്ചു, അയ്യോ ഞാൻ അത്രയും കട്ടിയായിട്ട് പറയണ്ടായിരുന്നു. കർത്താവ് പറയുന്നത് പറഞ്ഞു തീർക്കാതെ പൗലോസിന് അടുത്തത് കിട്ടത്തില്ല. നിങ്ങൾ മനസ്സിലായോ? നമ്മൾ എഴുതുന്ന അസൈൻമെൻറ്റ് ചെയ്യാതെ ടീച്ചർ അടുത്ത അസൈൻമെൻറ്റ് തരുമോ? ചില പിള്ളേർ ഈ പഴയതും കൊണ്ടിരിക്കുക, അവർക്ക് ടീച്ചർ കൈവിടും, അത്രയേ ഉള്ളൂ. അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നവർ, അങ്ങനെയല്ലേ ചെയ്യുന്നത്, അവരെ കൈവിടും. അവർക്ക് പഴയ അസൈൻമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അവർക്ക് എന്തിനാ പുതിയത് കൊടുത്തിട്ട് ഇങ്ങനെ പുതിയത് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് എന്ത് കിട്ടാൻ? അപ്പം ദൈവം നമ്മളോട് വീണ്ടും സംസാരിക്കണേ, ദൈവം നമ്മളോട് വീണ്ടും പുതിയ ആലോചനകൾ സംസാരിക്കണമെങ്കിൽ ദൈവം സംസാരിച്ചത് എന്ത് ചെയ്യണം? നമ്മൾ അനുസരിക്കണം. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോസൻ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ അത്രയും കട്ടിയായിട്ട് വേണ്ടായിരുന്നു എന്ന് താൻ തന്നെ ഒന്ന് അനുദപിച്ചു. പക്ഷെ ഇപ്പോൾ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. കാരണം എന്തുവാ? ആ വേദന നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിട്ട് മാറി. ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പലവിധ വേദനകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കർത്താവ് അനുവദിക്കുമ്പോൾ അതെന്തിനാ? നമ്മളെ ഒന്ന് ഉണർത്താനാണ്. അവിടെ ഒന്നും ആ കർത്താവ് ആഗ്രഹിക്കുന്ന ജീവൻ പ്രാപിക്കാൻ പറ്റാതെ ചില സമയത്തൊക്കെ നമുക്ക് കണ്ടില്ലേ, ഓരോ ദൈവമക്കളുടെ ഇടയ്ക്ക് തന്നെ ചിലർ അവർക്കൊന്ന് വേണ്ട പോലെ സന്തോഷിക്കുവാൻ കഴിയുന്നില്ല, അവർക്കൊന്ന് വേണ്ട പോലെ ആരാധിക്കുവാൻ കഴിയുന്നില്ല, അവർക്ക് വേണ്ട പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അതിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല. ഈ വചനപ്രകാരവും ഇവിടെ കൊരിന്ത്യ സഭയോട് സംസാരിച്ചതനുസരിച്ച് അവർ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കറക്ഷൻ വരാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ ആ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തത്. ആരെങ്കിലും ഹല്ലേലൂയ എന്നെ കേൾക്കുന്നവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് വേണ്ട പോലെ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു റിജോയ്സ് ഇൻ ദ ലോർഡ്, ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്ന കഷ്ടതയും കറക്ഷനും അത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനൊന്ന് സന്തോഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയൊക്കെ കറക്ഷൻ വരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ആ ഏരിയയിൽ ജീവിതത്തിൽ രൂപാന്തരം വരാതെ കർത്താവിൽ നിന്നുള്ള സന്തോഷം
ലഭിക്കുവാൻ കഴിയത്തില്ല. പണം അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിഷയങ്ങളൊക്കെ താൽക്കാലിക ജാതികൾക്ക് കൊടുക്കുന്ന പോലുള്ള സന്തോഷമൊക്കെ തരും. ദൈവത്തിൽ നിന്നുള്ളൊരു നിലനിൽക്കുന്ന സന്തോഷം ലഭിക്കുവാൻ കഴിയത്തില്ല എന്ന് വളരെ വ്യക്തമാണ്. 9, 10 ഒന്ന് വായിച്ചാൽ മാത്രം മതി. അടുത്ത ആഴ്ച നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിനും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ഇവിടെ എഴുതിയത് കേട്ടോ, ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. അങ്ങനെ ഒരു ദുഃഖം ഉണ്ടോ? ഇല്ലേ? അതാ ഇന്നത്തെ ദൈവദാസന്മാർ പഠിപ്പിക്കാത്ത ഇല്ലേ? എത്ര പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ട്? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, ദൈവഹിതപ്രകാരമുള്ള വേദന. നിങ്ങൾ ഈ അടുത്ത സമയത്ത് എത്ര പ്രസംഗം കേട്ടിട്ടുണ്ട്? ഇത് തിരുവചനമാണ്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അത് നല്ലതിനാ വന്നത്, നിങ്ങളുടെ മാനസാന്തരത്തിനാ. അതുകൊണ്ട് അതോത്ത് ദുഃഖിക്കേണ്ട. ആ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ അത് സന്തോഷമായിട്ട് തീരും നിങ്ങൾ രൂപാന്തരപ്പെട്ടാൽ. പക്ഷേ ആ ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്തിൽ നമ്മൾ രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? 10 വായിച്ചാട്ട്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കും. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കും. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, ലോകത്തിന്റെ ദുഃഖം, രണ്ട് കാര്യം അവിടെ എഴുതിയേക്കുന്നത്. 2 ടൈപ്പ് ഓഫ് ദുഃഖം. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു. ലോകം തരുന്ന ദുഃഖം അത് നമ്മളെ ആകെപ്പാടെ ഡൗൺ ആക്കും, ഇല്ലാതാക്കും. ദൈവം തരുന്ന ദുഃഖമോ അത് മാനസാന്തരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സന്തോഷം, ആത്മസന്തോഷം നമ്മളിലേക്ക്. ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടും കർത്താവ് ഈ ദിവസങ്ങൾ നമ്മളെ പണിയുന്നുകൊണ്ടും വരുന്ന എല്ലാ ദുഃഖത്തിൻ്റെയും പേരെന്തുവാ? ലോകം തരുന്ന ദുഃഖമല്ല, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം. അവിടെ നമുക്ക് 2 ഓപ്ഷനുണ്ട്. പെറുപെറുക്കാം, റിബൽ ചെയ്യാം, പല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാം, നീതീകരിക്കാം, അതിലങ്ങ് സംതൃപ്തിപ്പെടാം. അല്ലെങ്കിൽ ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ എത്ര വ്യക്തമാണ്, നമുക്ക് അടുത്ത ആഴ്ച ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. എത്ര വ്യക്തം ഇവിടെ എഴുതിയേക്കുന്നത്? ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അത് മാനസാന്തരത്തെ ഉളവാക്കുന്നു. ജീവിതത്തിൽ പണിയപ്പെടേണ്ട ഏരിയകൾ പണിതേലേ പറ്റും. നമ്മൾ പല ഏരിയകളും വിട്ടുകൊടുക്കുന്നില്ല കർത്താവിനില്ലേ? നമ്മുടെ ജീവിതത്തിൽ കർത്താവിലുള്ള സന്തോഷം പ്രാപിക്കാൻ കഴിയാത്ത എന്നാണെന്നറിയാമോ ദൈവമക്കളെ? മാനസാന്തരം, ആ രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ, എല്ലാ ക്യാരക്ടർ, എല്ലാ ഏരിയയിലും രൂപാന്തരം നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. ലെറ്റ് us completely give ourselves, ഹല്ലേലൂയ, സബ്മിറ്റ് ചെയ്യാം. ഒരു സമ്പൂർണ്ണ സമർപ്പണം. കർത്താവേ എന്നെ പണിയണമേ. രൂപാന്തരം വരേണ്ടടുത്ത് എന്ത് വരണം? രൂപാന്തരം വരണം. എന്നാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിറയപ്പെടുവാൻ കഴിയത്തുള്ളൂ. ദൈവം നിങ്ങൾ ഈ വചനപ്രകാരം ബലപ്പെടുത്തട്ടെ. പൗലോസ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി കട്ടിയ, ഇച്ചിരി കഷ്ടമാ ഈ ദൈവഹിത പ്രകാരമുള്ള രൂപാന്തരം, മാനസാന്തരം. പൗലോസ് കടന്നുപോയ കഷ്ടപ്പാടിനെ പറ്റി ഇവിടെ പറഞ്ഞു. സഭ കടന്നുപോയ ദുഃഖത്തെ പറ്റിയും കഷ്ടപ്പാടിനെ പറ്റി ഇവിടെ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും ദൈവദാസനും ദൈവമക്കളും സഭയും എല്ലാവരും ഒന്നിച്ച് കർത്താവ് പലവിധ കഷ്ടതയിൽ കൂടാണ് കടത്തിവിടുന്നത്. അതിലൊരാശ്വാസമുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. കഷ്ടതയിൽ കൂടെ എന്തുണ്ട്? ദാഹിക്കുമ്പോൾ കൂടെ കുടിക്കാനും ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? വിശക്കുമ്പോൾ കൂടെ തിന്നാനും ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? കഷ്ടതയുടെ മധ്യത്തിൽ കൂടെ ആശ്വാസവും കൂടി കർത്താവ് തന്നാൽ പിന്നെ എന്ത് വേണം ദൈവമക്കളെ? ഹല്ലേലൂയ. ഇത് നമ്മുടെ രൂപാന്തരത്തിനാ ദൈവം ആഗ്രഹിക്കുന്ന രൂപാന്തരം വന്നേലേ പറ്റും. രൂപാന്തരത്തിനായി സമർപ്പിക്കാം. എനിക്ക് വേണേ മർദ്ദലിച്ച് നിൽക്കാം. ഞാൻ എത്രത്തോളം സമർപ്പിക്കുന്നോ അത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ഹിതപ്രകാരമുള്ള വേദന മാറിക്കിട്ടും. ഞാൻ എത്രത്തോളം റിബലാകുന്നോ, എത്രത്തോളം ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കാതെ എൻ്റെ പദ്ധതിക്കായിട്ട് പിടിച്ചു വെക്കുന്നോ, ഈ വേദന അത് മാറത്തില്ല. രൂപാന്തരം വരുന്നത് വരെയും കർത്താവിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മുടെ നിമിത്തമാണ്, നമ്മുടെ തീരുമാനം, നമ്മുടെ സമർപ്പണത്തിൻ്റെ കുറവ് കൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന പണി നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തത്. ദൈവമക്കളെ, ആ പണി അങ്ങോട്ട് നടന്നാൽ സന്തോഷം, അല്ലെങ്കിൽ അമിത സന്തോഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ആ രൂപാന്തരം വലിയ സന്തോഷം ഉളവാക്കുന്നു എന്ന് നമുക്ക് വചനം വായിച്ച ആ സന്തോഷത്താൽ കർത്താവ് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ.